യെസ്, മത്സര സാധ്യത തള്ളാതെ അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരുവരങ്ങാടി സ്ഥാനാർത്ഥി PMA സമീറിനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് രണ്ടത്താണിയുടെ പ്രതികരണം. പാർട്ടിക്കാരൻ എന്ന വികാരമാണ് പ്രകടിപ്പിച്ചത്. ലീഗ് വിടുമോ എന്ന ചോദ്യത്തിന് രണ്ടത്താണി മറുപടി നൽകിയില്ല. CPM നേതാക്കളുമായി നല്ല ബന്ധമാണെന്നും രണ്ടത്താണി പറയുന്നു. സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും. പാർട്ടിയുടെ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ വികാരം മാത്രമാണ് ഇതിൽ ഞാൻ പ്രകടിപ്പിച്ചത്. ഞാൻ പറഞ്ഞാൽ ഇനി ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഞാൻ ആരെല്ലാം ഇവിടെ ഞങ്ങളുടെ ഈ പരിസരത്തൊക്കെയുള്ള CPM നേതാക്കന്മാരുമായി എനിക്ക് നല്ല സൗഹൃദമല്ലേ. ലീഗിൽ ഉറച്ചു നിൽക്കും, CP സ്ഥാനാർത്ഥിയാകില്ല. അല്ല, അങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾ ആ വക ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനി നോ കമൻസ്. യൂനസ് അഹമ്മദ് വിശദാംശങ്ങൾ നൽകും. അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ലീഗിനെ കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിന്റെ നയങ്ങളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ പ്രതിരോധിച്ച ഒരാളിൽ ആ നയങ്ങളെ മുസ്ലിം ലീഗിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ലീഗിന് അനുകൂലമായി ഏത് കാര്യങ്ങളെയും ഏതളവ് വരെയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ലീഗ് നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. അത് MLA ആയിട്ടുണ്ട്. MLA ആകുക മാത്രമല്ല, ലീഗിന്റെ പ്രയാസ ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിന്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അസംതൃപ്തനായി എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ ഇടതുപക്ഷത്തേക്ക് വരുന്നത് ഗുണം ചെയ്യില്ലേ? അല്ല, അത് ഞാനിപ്പോ പറയാൻ പാടില്ല. അതൊക്കെ അദ്ദേഹം ഒരു CPM നേതാക്കളുമായിട്ട് നല്ല ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതൊരു സത്യമാണ്. ഒരുപാട് മുസ്ലിം ലീഗ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ, ഞങ്ങളെല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. അത് സ്വാഭാവികമാണ്. അല്ല, ഇതൊരു പൊളിറ്റിക്സ് അല്ലേ. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതിന്റെ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ലീഗിന് അല്ലെങ്കിൽ UDFന് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആ രൂപപ്പെടുന്ന സാഹചര്യത്തോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുക. അതിനുള്ള ശ്രമം ഞങ്ങൾ സ്വാഭാവികമായിട്ട് നടത്തും. യെസ്, യൂനസ് അഹമ്മദ് വിശദാംശങ്ങളുമായി. യൂനസ്, നേതൃത്വത്തിനെതിരെ വിയോജിപ്പുമായി ഇന്നലെ പോസ്റ്റ് ചെയ്ത ആ FB പോസ്റ്റും ഒപ്പം അദ്ദേഹത്തിന്റെ അതൃപ്തിയും അങ്ങനെ തന്നെ തുടരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ CPM നേതൃത്വം അദ്ദേഹവുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത് തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും. അപ്പോൾ രണ്ടത്താണിയെ CPM സ്ഥാനാർത്ഥിയാക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ യൂനസ്? സൈഫു, ഏതായാലും ഇന്ന് വൈകിട്ടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആ ഒരു ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരൂരങ്ങാടിയിലോ അതോ താനൂരിലോ അദ്ദേഹം സ്ഥാനാർത്ഥിയാകും, LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായി നമുക്കറിയാം, ഈ ഒരു രണ്ടത്താണി ഈ FB പോസ്റ്റ് പ്രത്യേകിച്ച് തിരൂരങ്ങാടിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ PMA സമീറിനെതിരെയാണ് ഈ ഒരു FB പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നത്. അത് വലിയ വിമർശനങ്ങൾക്കിടയായി, വലിയ പ്രതിഷേധങ്ങൾക്കിടയായി. പ്രധാനമായി ഒരു മാനേജ്മെന്റ് ലെവലിൽ നിന്ന് ഒരു വ്യക്തിയെ പാർട്ടിയുടെ വേദികളിലോ മറ്റു മേഖലയിലോ കാണാത്തൊരു വ്യക്തിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ടത്. അതിന് പിന്നാലെ KP മജീദ് ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിയെ എതിർക്കുന്ന ആൾ പാർട്ടിയുടെ ശത്രുവാണെന്ന് KP മജീദ് പറയുന്നു. അതിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ സ്റ്റാൻഡും ക്ലിയറാണ്. അപ്പോൾ പുറത്തേക്ക് എന്നുള്ള കാര്യമാണ്, ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ രണ്ടത്താണിക്കുള്ളത്. ഏതായാലും ഇപ്പോൾ CPM നേതാക്കളുമായി, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ CPM നേതാക്കളുമായുള്ള ചർച്ച തുടരുകയാണ്. നമ്മൾ രണ്ടത്താണിയോട് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് CPM നേതാക്കളുമായി വലിയ ബന്ധം ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് ജില്ലയിലെ നേതാക്കളുമായി തനിക്ക് വലിയ ബന്ധമുണ്ട്. ആ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും എവിടെയാണ് സ്ഥാനാർത്ഥി ആകുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുള്ളൂ. ഏതായാലും LDFന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. ആ സാധ്യത ഇപ്പോൾ അദ്ദേഹം തള്ളുന്നുമില്ല. CPM നേതൃത്വത്തിന്റെ വിശദീകരണം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ രണ്ടത്താണിയെ പുകഴ്ത്തിക്കൊണ്ടാണ് PB അംഗമായ ഈ വിജയരാഘവൻ ഇപ്പോൾ രംഗത്തെത്തിയത്. ഈ ലീഗിനെ പ്രതിരോധിച്ച നേതാവാണ് രണ്ടത്താണി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു ചർച്ച തുടരുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ, പ്രത്യേകിച്ച് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അനുമതി ഇന്ന് വൈകിട്ടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആ അനുമതി ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ലീഗിന്റെ 2 തവണ MLA ആയ ടോട്ടൽ 4 തവണ മത്സരിച്ച ലീഗിന്റെ ഒരു മുതിർന്ന നേതാവ് തന്നെ ലീഗിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്.